ഇന്റലിജൻസ് ഇന്ന് തെളിയിക്കപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുടെ S-400 ട്രയംഫ്, ഇന്ത്യയുടെ റഷ്യൻ കവർ അത് വളരെ ഭദ്രമാണ്. പാകിസ്ഥാന്റെ മിസൈലുകളൊന്നും ഇങ്ങോട്ട് ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക്, ഇന്ത്യൻ മിലിറ്ററി ഇൻസ്റ്റലേഷനുകളിലേക്ക് വന്നിട്ടില്ല, അതിനു മുമ്പ് തകർക്കപ്പെട്ടു. അപ്പോൾ ആ കാര്യത്തിൽ അത് വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ് എന്ന് തെളിയുന്നു ഒരു ഭാഗം. രണ്ട്, പാകിസ്ഥാന്റെ ചൈനീസ് HQ-9 അത്ര ഫലപ്രദമല്ല എന്ന് കൂടി തെളിയിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഹരോപ്പ് മാത്രമല്ല, ഇന്ത്യയുടെ തദ്ദേശീയമായ നാഗാസ്ത്രയും വാർമേറ്റും അടക്കമുള്ള ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ സൈനിക ആസ്ഥാനം ഇരിക്കുന്ന റാവൽപിണ്ടിയിൽ 3 ഡ്രോണുകൾ എത്തുകയും ഒരു ഡ്രോൺ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഭക്ഷണ ക്രമീകരണ ശാലയിൽ പതിക്കുകയും വരെ ചെയ്തു. ലാഹോറിലും ഒരു സൈനിക സ്ഥാനത്തിന് അടുത്താണ് ഇന്ത്യയുടെ ഒരു ഡ്രോൺ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലി നിർമ്മിത ഹരോപ്പ് ലക്ഷ്യവേദിയാവുന്നു, റഷ്യൻ നിർമ്മിത S-400 ഇന്ത്യക്ക് കവർ ഒരുക്കുന്നു. അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്താണ് എന്ന് വ്യക്തമാക്കപ്പെടുന്ന ദിവസമാണോ കടന്നു പോകുന്നത്? അഭിലാഷ്, ആകാശങ്ങൾ ആരാണ് വാഴുന്നത് എന്നത് ഇന്ന് കൃത്യമായി തെളിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആകാശ ആധിപത്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും പോരാടുന്നത് എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം, വ്യോമ ഡിഫൻസ് സംവിധാനം, അതാണല്ലോ S-400 സംവിധാനം. S-400 സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യയുടെ മണ്ണിൽ പാകിസ്ഥാനിൽ നിന്നുള്ള കാര്യമായ ഒബ്ജക്റ്റുകൾ വീട് നാശമുണ്ടാക്കിയതായി തെളിവില്ല. ആകെപ്പാടെയുള്ളത് ഷെല്ലുകൾ മാത്രമാണ്, അതിർത്തിയിലുള്ള ഷെല്ലാക്രമണം മാത്രമാണ് പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്ന ഏറിയൽ ഒബ്ജക്ട്സ്. അതേസമയം ഇന്ത്യയുടെ 15 നഗരങ്ങൾ, അതിൽ പഞ്ചാബിലെ നഗരങ്ങളുണ്ട്, രാജസ്ഥാനിലെ നഗരങ്ങളുണ്ട്, കാശ്മീരിലെ നഗരങ്ങളുണ്ട്, ഇവിടെയെല്ലാം തന്നെ എയർഫീൽഡുകളുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ടാർഗറ്റ് ചെയ്തത് എയർഫീൽഡുകളെയാണ്, ഇന്ത്യയിലെ എയർഫീൽഡുകളെയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ വിമാനങ്ങൾ പറന്നുയരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി എയർഫീൽഡുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. എയർഫീൽഡുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വിമാനങ്ങൾക്ക് പറന്നു കയറാനാവൂ. ഒരു നല്ലൊരു യുദ്ധതന്ത്രമാണ് പൊതുവെ പറഞ്ഞാൽ എയർഫീൽഡുകൾ ആക്രമിക്കുക, അങ്ങനെ എയർക്രാഫ്റ്റുകൾ പറന്നു പോകുന്ന അന്തരീക്ഷം ഒഴിവാക്കുക. ആ ഒരു ദൗത്യമാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും നൽകിയിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത S-400 സംവിധാനം ഒരു കവചം ഒരുക്കുന്ന കാഴ്ചയാണ്. ഇതത്ര എളുപ്പമല്ല. ഇസ്രയേലിന് അയൺ ഡോം കവചം ഒരുക്കുന്നത് പോലെ അത്ര ലളിതമായ ഒരു കാര്യമല്ല. ഇന്ത്യ പോലെയുള്ള ഒരു ബൃഹത് രാജ്യത്തെ, ദീർഘമായ അതിരുകളുള്ള ഒരു രാജ്യത്തെ ആകാശ കവചം ഒരുക്കുക എന്നത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. എന്നിരുന്നാൽ തന്നെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളും വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്ത S-400 ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചപ്പോൾ യാതൊരു ഡാമേജും ഇല്ലാതെ തന്നെ ഇന്നത്തെ ദിവസം കടന്നുപോയി എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പാകിസ്ഥാൻ ഹാസ് സ്റ്റാർട്ടഡ് ദി എസ്കലേഷൻ ഡ്രൈവ്. അതായത് ഇന്നലെ കഴിഞ്ഞ 24 മണിക്കൂറിന് മുൻപിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഒന്നാന്തരം ഒരു ഓഫർ വെച്ചതാണ്. അതുമാത്രമല്ല, ആ ഒരു ചൂണ്ടയിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഒന്ന് കുത്തുകയും ചെയ്തതാണ്. ഞങ്ങൾ എസ്കലേഷൻ മോഡിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറാണ്, ഇന്ത്യ ആക്രമണം നിർത്തുമെങ്കിൽ ഞങ്ങൾ ഇനി ആക്രമിക്കാനില്ല എന്ന രീതിയിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞതാണ്. പക്ഷെ കേവലം 6 മണിക്കൂറിനുള്ളിൽ ആ വാദം തിരുത്തി പറയേണ്ടി വന്നു. സൈന്യത്തിന്റെ സമ്മർദ്ദം കാരണം ശ്രീ അഭിലാഷ്, അദ്ദേഹത്തിന് തന്റെ വാക്കുകളിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു. അപ്പൊ പോപ്പുലർ പ്രഷറുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ബാക്ക് ഫുട്ടിലായി. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പാകിസ്ഥാനിലേക്കുള്ള മുഴുവൻ അന്താരാഷ്ട്ര വിമാന സർവീസുകളും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ 3 പ്രധാനപ്പെട്ട ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ് അടക്കമുള്ള വിമാനത്താവളങ്ങൾ അടച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ ഒരു അന്താരാഷ്ട്ര സർവീസ് പോലും നടത്താൻ കഴിയാത്ത വിധത്തിൽ എയർ സ്പേസ് ക്ലോസ് ചെയ്യുകയാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. എന്ന് പറഞ്ഞാൽ ഒരു വിമാനവും, ഒരു അന്തർദേശീയ വിമാനവും പാകിസ്ഥാനിലേക്ക് വരേണ്ടെന്ന് അവർ തീരുമാനിക്കുമ്പോൾ അത്രയും വൾണറബിൾ ആണ് എന്ന് ലോകത്തോട് പറയുകയാണ്. പാകിസ്ഥാന്റെ എയർ സ്പേസ് നിശ്ചലമായിരിക്കുന്നു ശ്രീ അഭിലാഷ്. കാരണം നോക്കൂ, ഈ ആധുനിക കാലത്തെ യുദ്ധങ്ങളിൽ ആകാശത്ത് മേൽക്കോയ്മ സ്ഥാപിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഗ്രൗണ്ട് ലെവൽ ഓപ്പറേഷൻസ് നടക്കില്ല. കാരണം ആകാശങ്ങളിൽ സൃഷ്ടിക്കുന്ന മേധാവിത്വം, സുരക്ഷ, ഏറിയൽ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ ഏറിയൽ ഒരു കവർ, ആ ഏറിയൽ കവറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ മുന്നോട്ട് പോകാനാക്കൂ. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ
യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ നടക്കുമോയെന്നറിയില്ല, പക്ഷേ ലോക്കൽ യുദ്ധം ആണ് നടക്കുന്നത് എന്ന പ്രതീതിയാണ് ആദ്യം ഉണ്ടായതെങ്കിലും ഇപ്പോഴത്തെ നിലയിൽ അതിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ശ്രീ വിജയ് വിൻസെന്റ് പറഞ്ഞതും ശരിയാണ്. കാരണം അതിർത്തിയിലുടനീളം 2 തരം അതിർത്തിയുണ്ട്. LOC എന്ന കാശ്മീർ അതിർത്തി, അതുപോലെ റെസ്റ്റ് ഓഫ് ദ നേഷൻ അതിർത്തിയുണ്ട്. അതാണ് ഇന്റർനാഷണൽ ബോർഡർ. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ റാഡ്ക്ലിഫ് ലൈൻ, ഇന്റർനാഷണൽ ബോർഡറായ റാഡ്ക്ലിഫ് ലൈനിലെ ഉടനീളം ആക്രമണ സജ്ജമായി നിൽക്കുന്ന 2 സൈന്യങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ നിർവചനം, ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ കൂടിയായിരുന്നു, അപ്പോൾ കൃത്യമായി ലോക്കൽ വാറിൻ്റെ നിർവചനത്തിൽ പെടുന്ന ഒരു എസ്കലേഷൻ അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നിന്നും കഴിഞ്ഞ 6-7 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാർ ഫുട്ടിങ്ങിലേക്ക് രാജ്യം പോയിരിക്കുന്നു. 2 രാജ്യങ്ങളും മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെ ഒരു ഡോമിനിക്ലേച്ചർ എന്നുള്ള നിലയിൽ ഇതിനെ വിശകലനം ചെയ്യേണ്ടത് ഇന്ത്യ പാക് യുദ്ധം എന്നാണ്. 1971 യുദ്ധത്തിന് ശേഷം കാർഗിൽ അപൂർണമായ യുദ്ധമല്ല, കാർഗിൽ ഒരു പോരാട്ടം, അതിർത്തി പോരാട്ടം, ലോക്കൽ വാർ മാത്രമാണ്. ഇതൊരു ഫുൾ സ്കെയിൽ വാറിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നു. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡി എസ്കലേഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എവിടെ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം.